സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യം മുക്ത കേരളം എന്നുള്ളൊരു പദ്ധതിയിൽ അതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിസംബോധന ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും താരരാജാവായിട്ടുള്ള മെഗാ സ്റ്റാറായിട്ടുള്ള മമ്മൂക്ക ആ ഒരു വേദിയിലേക്ക് തിരുവനന്തപുരത്തുള്ള വേദിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മെസ്സേജസ് നമ്മൾ കണ്ടതാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വലിയ കെട്ടിട സമുച്ചയങ്ങളും വലിയ രീതിയിലുള്ള ഫ്ലാറ്റുകളും ഒക്കെ നിർമ്മിച്ച് വലിയ സ്മാർട്ട് സിറ്റി ആക്കുന്നതിലല്ല കാര്യം. ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളുടെ അവർ പട്ടിണിയില്ലാതെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഒരു നേതാവ് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ടതെന്നാണ് മമ്മൂക്ക പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങളിലല്ല കാര്യം, അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിലാണ് കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രവുമല്ല, അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 7-8 മാസങ്ങൾക്ക് ശേഷമാണ് താനൊരു പൊതുവേദിയിൽ ഇതുപോലെ വന്ന് നിൽക്കുന്നതെന്നും തൻ്റെ അസുഖം മൂലം തനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നിട്ടും താൻ എറണാകുളത്ത് നിന്ന് കാറിലാണ് ഇവിടേക്ക് വന്നതെന്നുമൊക്കെയാണ് മമ്മൂക്ക പറയുന്നത്. നമുക്കറിയാം ലാലേട്ടനും കമൽഹാസനും ഒക്കെ ഈ ഒരു പരിപാടിയിൽ വരാൻ സാധിക്കത്തില്ല, കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് അങ്ങ് മുങ്ങി. അത് സംഘികളെ പേടിച്ചിട്ടാണോ, ED പേടിച്ചിട്ടാണോ, കസ്റ്റംസിനെ പേടിച്ചിട്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സംഘികളെ പേടിച്ചിട്ടാണോ, കസ്റ്റംസ് ആണോ, ED ആണോ നമ്മൾ ഒരുമിച്ച് ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. സെപ്പറേറ്റ്ലി ഞാൻ ചോദിച്ചത് ഓരോ വകുപ്പുകളിലിരിക്കുന്ന ഓരോ രീതിയിൽ ഓരോ തരംഗമായിട്ട് ഇവന്മാർ ഇറങ്ങിത്തിരിക്കും. അപ്പൊ അങ്ങനെ ആ സംഘിക്കുട്ടന്മാരെ പേടിച്ചത് കൊണ്ടാണോ ലാലേട്ടനും കമൽഹാസനും ഒക്കെ മുങ്ങിയത്? ആർക്കറിയാം അല്ലേ? അപ്പൊ ഇതില് മമ്മൂക്ക ഈ പരിപാടിക്ക് വന്നതിലും മമ്മൂക്ക ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിലും ഒരു കൂട്ടം ആളുകൾക്ക് വലിയ രീതിയിലുള്ള വിമുഖതയാണ്. ഒരു വലിയ രീതിയിൽ വിമുഖത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി അവിടെ വന്നിട്ട് ഈ കമ്മികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വൃത്തികേട് പറയുന്നു, നാണമുണ്ടോടാ നിനക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയോട് കുറേ ആളുകൾ കമന്റ് ബോക്സിലും എഴുതുന്നത്. ആ കുറേ ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവന്മാരാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളെ പറ്റിയും അവസ്ഥകളെ പറ്റിയും വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്തവന്മാരാണ് ഈ മെഴുകുന്നതെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. കാരണം മമ്മൂക്ക നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പണത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾ, ആ ഒരു രീതിയിൽ എത്ര സഹായഹസ്തമായിട്ടാണ് മമ്മൂക്ക നിന്നിട്ടുള്ളത്. അത് ഇന്നും ഇന്നലകളിലും എല്ലാം മമ്മൂക്ക അങ്ങനെ തന്നെയാണ്. മമ്മൂക്ക ചെയ്തില്ലെങ്കിൽ മമ്മൂക്കയുടെ ഫൗണ്ടേഷൻ വഴിയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അറിയാതെ ആ മമ്മൂക്ക ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനെ വലിയ രൂക്ഷ വിമർശനവുമായിട്ടാണ് ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് മോഹൻലാലും കമൽഹാസനും മിടുക്കന്മാരാണ്, അവർ രക്ഷപ്പെട്ടു പോയി, മമ്മൂക്ക ഇവിടേക്ക് വന്നു എന്നാണ്. അതിൽ വേറൊരാൾ പറഞ്ഞത് മമ്മൂക്കയ്ക്ക് കസ്റ്റംസിനെയും ED പേടിയില്ല, അവരൊക്കെ ഏത് രീതിയിൽ പെരുമാറും, ഏതൊക്കെ രീതിയിൽ ഇവർ പോകും എന്നുള്ളത് മമ്മൂക്കയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മോഹൻലാലിനും കമൽഹാസനും നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഇവർ പങ്കെടുക്കാഞ്ഞതെന്നാണ്. സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മമ്മൂക്ക എന്താണ് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിചാരിക്കും. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ, എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിൻ്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോള് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം, ദാരിദ്ര്യത്തെ അതിജീവിക്കാം. കണ്ടില്ലേ, 7-8 അല്ലെങ്കിൽ 9 മാസങ്ങൾക്ക് ശേഷമാണ് താൻ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വരുന്നതെന്നും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, 7 മാസത്തിനകം അതെല്ലാം ക്ലിയർ ആകുമെന്നുമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്ക പറയുന്നത്. ആ മമ്മൂക്കയുടെ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം ഇത്രയും ചെറുപ്പമായിട്ട് ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണമായത്. വെറും 74 വയസ്സ്
വെറും 74 വയസ്സെന്ന് പറയാൻ സാധിക്കില്ല. 74 വയസ്സുള്ളൊരു മനുഷ്യനാണ് ആ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുമോ? അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യം ഇന്നും ഒരു തെല്ലിട പോലും കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് അതിൽ ഒരു കുറവ് പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ സംഘികളൊക്കെ വന്ന് മെഴുകുന്നത് മമ്മൂക്ക ഈ വൃത്തികെട്ട പരിപാടിക്ക് കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിണറായിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്നു എന്നാണ്. എന്ത് യോഗ്യതയാണ് പറയാനുള്ളത്? കെ സുരേന്ദ്രൻ വന്ന് പറയുന്നുണ്ട് ഇത് വെറും PR പരിപാടിയാണ് നടക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഇതൊരു ദാരിദ്ര്യമുക്ത കേരളം അല്ലെങ്കിൽ ദാരിദ്ര്യമുക്തമായിട്ടുള്ള സംസ്ഥാനം എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയല്ല എന്നാണ്. എന്നാൽ അല്ലയോ സുരേന്ദ്രൻ അണ്ണ, എന്തിനാണ് താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു എല്ലിൻ കഷ്ണത്തിൽ രണ്ടറ്റം കടിച്ചു വലിക്കാൻ നോക്കുന്നത് പോലെ ഞങ്ങളുടെ മോദിജിയാണ് ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് പറയാനായിട്ട് മുന്നിലേക്ക് വന്നത്? ആണത്തമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നരേന്ദ്രമോദിജി ഇരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇല്ലേ, അവിടെ പോയിട്ട് ആദ്യം അവിടുത്തെ ദാരിദ്ര്യം ഒന്ന് മാറ്റ്. ഇത് അതിദാരിദ്ര്യമുക്ത കേരളം എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ അവിടുത്തെ അതിദാരിദ്ര്യമുക്തം ഒന്നും ആക്കണ്ട, ദാരിദ്ര്യമുക്തമെങ്കിലും ഒന്ന് ആക്കിയാൽ മതി. നമ്മുടെ കേരളം ഇപ്പോഴും 100% ദാരിദ്ര്യമുക്തമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പറയാം നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്തമാണ് അല്ലെങ്കിൽ ദാരിദ്ര്യമുക്തവുമാണ്. പക്ഷെ മനുഷ്യത്വമുള്ളതായതുകൊണ്ടും ആണത്തമുള്ളതായതുകൊണ്ടും മമ്മൂക്ക പറയുന്നത് അതിദാരിദ്ര്യമുക്തമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ദാരിദ്ര്യമുക്തമാണെന്ന് പൂർണ്ണമായിട്ടും ആയി അല്ലെങ്കിൽ ആക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോഴും പലയിടങ്ങളിലും നല്ല രീതിയിലുള്ള ദാരിദ്ര്യം, ആ ബുദ്ധിമുട്ട് പല ആളുകളും അനുഭവിക്കുന്നത് തനിക്കറിയാം, തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുമാണ് മമ്മൂക്ക പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ മമ്മൂക്കയെ അങ്ങോട്ട് വലിച്ച് കീറി അങ്ങോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ ഈ സംഘികൾക്ക് എന്താണ് ഇത്ര താല്പര്യം? സംഘികൾക്ക് മാത്രമല്ല, മോഹൻലാൽ ഫാൻസിൻ്റെ കരച്ചിലും ഈ സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര മെഴുകലാണ്. കമൻറ്റ് ബോക്സ് നിറയെ വന്നിട്ട് മമ്മൂക്ക മോഹൻലാലും കമൽഹാസനും ഒക്കെ കാണിച്ചത് വലിയ ധീരത്വമാണ്, ഈ മമ്മൂക്ക കാണിച്ച ഭീരുത്വമാണ്. മമ്മൂക്ക പേടിച്ചിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. എടാ സംഘിക്കുട്ടന്മാർ, രാജ്യം ഭരിക്കുന്ന സംഘികളുടെ ടീം മെഴുകിയിട്ട് പേടിക്കാത്ത മമ്മൂക്കയാണ്. മമ്മൂക്ക മാത്രമല്ല, മമ്മൂക്കയുടെ മകനും ഒരു തെല്ലിട പോലും അവർ പേടിച്ചിട്ടില്ല, ഒരു ശകലം പോലും അവർ പേടിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇപ്പം പിണറായി വിജയൻ സഖാവ് വിളിക്കുമ്പോൾ പേടിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. അയാൾ നല്ലതിൻ്റെ കൂടെ അന്നും ഇന്നും എന്നും നിന്നിട്ടുള്ള അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എന്നും പരിശ്രമിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കപ്പെടണം, അല്ലെങ്കിൽ തയ്യാറെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ, തനിക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്കും കൂടി ഒരു സഹായമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വന്നിട്ട് ഒരു വാല്യൂം ഇല്ലാത്ത കുറച്ച് ആളുകളുടെ പേരും പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ നിൽക്കുമ്പോൾ നീയൊക്കെ ആർക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മമ്മൂക്ക ട്രിവാൻഡ്രത്തെത്തി മധുസാറിനെയൊക്കെ കണ്ടിട്ട് പോകുന്ന ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ട്രിവാൻഡ്രത്ത് വന്നു, അദ്ദേഹം നല്ലതിന് വേണ്ടി സംസാരിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പോയതുമാണ് ഞാൻ കാണുന്നത്. ഇതൊരിക്കലും ഒരു സംഘി അല്ലെങ്കിൽ ഒരു കമ്മിയാണെന്നുള്ളൊരു പേരിലേക്ക് മാറ്റപ്പെടരുതെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മമ്മൂക്കയെ പോലൊരു മനുഷ്യൻ വന്നെങ്കിൽ മോഹൻലാലിന് സ്വാഭാവികമായിട്ട് മോഹൻലാലിന് വരായിരുന്നു, കമൽഹാസനും വരായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള പേടി, ഇന്ന് അവർ വന്നു കഴിഞ്ഞാൽ നാളെ അവർക്ക് വരാൻ പോകുന്ന കോൺസിക്വൻസസിനെ ഓർത്തിട്ടുള്ള പേടി, അവരുടെ മക്കൾക്കെതിരെ വരാൻ പോകുന്ന കോൺസിക്വൻസ് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കെതിരെ വരാൻ പോകുന്ന അലിഗേഷൻസ്, ഇതിനൊക്കെയുള്ള പേടി കൊണ്ടും ED റെയ്ഡ് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടും മിണ്ടാതെ ആണത്തം ആരുടെയും മുൻപിൽ പണയം വെച്ച് പോകുന്ന മോഹൻലാലിനെയും കമൽഹാസനെയും പോലെയുള്ള ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മമ്മൂക്ക, ഞങ്ങളുടെയൊക്കെ മൂത്തോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹം വന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ പറ്റി സംസാരിക്കുക, അദ്ദേഹം ആ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.